ഉള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നേതാക്കൾ, മുരളിയേട്ടൻ, ഞാൻ മഞ്ചേരി സംഘടനാ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ മഞ്ചേരി പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സർവീസ് സംഘടനാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന FSCT വഴി കേന്ദ്ര ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അന്ന് NFPT ഒരേ മനസ്സോടെ ഒരേ മെയ്യായി പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ FSCTയുടെ നേതാക്കന്മാരും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും ഒക്കെ ഞങ്ങൾ എല്ലാവരുടെയും നേതാക്കന്മാരും. ആ അർത്ഥത്തിൽ മുരളിയേട്ടൻ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് ഞങ്ങളത് കണ്ടത്. NFPT ഒരു പ്രത്യേകത, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പൊരുതുന്ന സംഘടന എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന രൂപത്തിൽ സമരരംഗത്ത് എപ്പോഴും നിൽക്കുന്ന സംഘടനയാണ്. അതിന്റെ ചെറിയ സമരങ്ങളായിരിക്കില്ല പലപ്പോഴും ഏറ്റെടുക്കുന്നത്. പലപ്പോഴും അനിശ്ചിതകാല ധർണകൾ, അനിശ്ചിതകാല പണിമുടക്കുകൾ, വലിയ വലിയ സമരങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ മഞ്ചേരി മുഴുവൻ സംഘടനകളെയും അണിനിരത്തി ഐക്യമെന്നാൽ സമരൈക്യമെന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രൂപത്തിലേക്ക് ആ സമരത്തിന് പിന്തുണ ഉറപ്പിക്കാൻ മുരളിയേട്ടൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. അതോടൊപ്പം പുതിയ പുതിയ മാതൃകകൾ, പുതിയ പല ആശയങ്ങളും രംഗത്ത് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും വർക്കേഴ്സ് കോർഡിനേഷൻ ആദ്യമായി മലപ്പുറം ജില്ലയിൽ ശക്തമായി പ്രവർത്തിച്ചത് മഞ്ചേരിയിൽ മുരളിയേട്ടന്റെ നേതൃത്വത്തിലായി. അതിനുശേഷം ഞങ്ങളൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്തെങ്കിലും നടന്നില്ല. മുരളിയേട്ടൻ പോയി, ഞാനിവിടുന്ന് പോയി, പല ആളുകളും പോയി. നമ്മുടെ സാംസ്കാരിക സംഘടന ഇതുപോലെ കൂടുമ്പോൾ ജീവനക്കാരും അധ്യാപകരും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരും അവിടെ കുടുംബങ്ങളൊക്കെ കൂടി ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിലുള്ള ശക്തിയായ ഒരു സാംസ്കാരിക സംഘടന മഞ്ചേരിയിൽ രൂപീകരിക്കണമെന്ന് പറയുക ആരംഭം ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കും സഖാവിടുന്ന് പോയി, പിന്നീട് നേതൃത്വം എടുക്കാൻ ആളുണ്ടായില്ല. തീർച്ചയായും അത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ശക്തി പകരുന്നത് തൻ്റെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഇടപെടുകയും അവിടുത്തെ PT അടക്കമുള്ള കാര്യങ്ങൾ ഇടപെടുകയും അവിടെ വലിയ പിന്തുണ നൽകുകയും ഇന്നത്തെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ധാരാളം ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് സഖാവടക്കമുള്ള PTA മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇന്ന് നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ കഴിയും. കാലത്തിന് മുമ്പേ ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും നടപ്പിലാക്കാൻ വ്യക്തിപരമായ താല്പര്യമെടുക്കുകയും ചെയ്ത ആളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനം വിവിധ സ്വീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. വിവിധ ആളുകൾ അദ്ദേഹത്തെ വിവിധ മേഖലകളിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു മേഖലയിൽ മാത്രം നിർത്താൻ കഴിയില്ല. ഒരു സർവീസ് സംഘടനാ പ്രവർത്തകൻ, ട്രേഡ് യൂണിയൻ പ്രവർത്തകനുള്ളതിന്റെ അപ്പുറം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ള ധാരാളം ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം പ്രവർത്തിക്കാനാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.